ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ദ എക്സ്പ്രസ്. ഞങ്ങളുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ഛത്തീസ്ഗഡ് റൈഡിൽ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഇന്നലെ വണ്ടി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, വണ്ടി ഓയിൽ ലീക്കും കാര്യങ്ങളുമായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ റൂം വെക്കേറ്റ് ചെയ്യുന്നില്ല, മറ്റേ അതിലിരുന്ന ലഗേജ് എല്ലാം എടുത്ത് ഇവിടെ റൂമിൽ കൊണ്ടുവച്ചിട്ട് ടോപ്പ് ബോക്സ് മാത്രം വണ്ടിയിലെടുത്ത് വെച്ചിട്ട് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഷോറൂം ഉണ്ട്. ഇവിടുന്ന് അവിടെ പോയി വണ്ടി ഒന്ന് കൊടുത്ത് എന്താണെന്ന് വെച്ചിട്ടുള്ള കാര്യം നോക്കിയിട്ട് ഇവിടെ അടുത്തുള്ള കുറച്ച് പതുക്കെ ഓവർ സ്പീഡ് പോകാൻ പറ്റുള്ളൂ. ഒരു 60-ന് താഴെ 50-60 ആവറേജിലേ ഓടാൻ പറ്റുള്ളൂ. കൂടുതൽ ഓടിക്കഴിഞ്ഞാൽ ഓയിൽ വീണ്ടും കളയാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ അവിടെ കൊണ്ടുപോയി നോക്കാം. അപ്പോൾ അവിടെ 9:30 ഓപ്പൺ ആവണം. ഇപ്പോൾ ഏകദേശം 8:45 കേട്ടോ. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ റെഡിയാക്കി തരുള്ളൂ. അതിന് വേണ്ടിയിട്ട് നേരത്തെ എണീച്ച് പോകണമെന്ന് വെച്ചു. അപ്പോൾ എന്തായാലും അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ നേരെ നമുക്കിനി ഷോറൂമിൽ പോകാം. ഷോറൂമിൽ പോയിട്ട് എന്താണ് അവർ പറയണമെന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് ബാക്കി നോക്കാം കേട്ടോ. ഇനി എന്തായാലും നമുക്ക് ബാക്കി ഞാൻ മോട്ടോ വ്ളോഗിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും അവസാനം സ്കിപ്പ് ചെയ്യേണ്ടത് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോക്ക് തോന്നുന്നു. ചിലപ്പോൾ കേട്ടോ എങ്ങനെയാണ് സബ്സ്ക്രൈബ് ഒന്ന് വിലക്കും നടിച്ചു ഒന്ന് നേരെ വീഡിയോക്ക് എത്തും. ഓക്കെ. അങ്ങനെ ഇവിടെ നിന്ന് റൂം വെക്കോട്ട് ചെയ്ത് ഇറങ്ങി കേട്ടോ. റൂം അടിപൊളിയാണ്, കറക്റ്റായിട്ടുള്ള റൂം തന്നെയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ പമ്പിൽ കയറി ഫുൾ ടാങ്ക് പെട്രോളും അടിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നേരെ ചെന്നൈയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈവേയിൽ കയറി ഇതാ ഒരു 50, 55, 60 എന്നുള്ള ഒരു ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതലും പോകാൻ പറ്റൂല, കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് സമയത്തിന് എത്തുകയില്ല. അപ്പോൾ അത് കാരണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ചൂടാണെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല ഹീറ്റ് അടിക്കുന്നുണ്ട്, നല്ല ഹീറ്റ്. മോർണിംഗ് ഇറങ്ങാറുള്ളായിരുന്നു, പക്ഷേ ഇപ്പം എന്താ പറയുക, ഈ പിന്നെ വണ്ടി ഇങ്ങനെ ഷോറൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ, കാരണം ഇന്നലെ ഷോറൂം ഓഫായിരുന്നു. കാരണം ഷോറൂം ഓഫായ കാരണം നമുക്ക് ഷോറൂമിൽ വിളിച്ച് കേൾക്കാൻ പറ്റത്തില്ലല്ലോ. അല്ലായിരുന്നെങ്കിൽ ഇന്നലെ ഷോറൂം ഓപ്പൺ ആയിരുന്നു, ഇന്നലെ വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ ഇന്നലെ വിളിച്ച് കേട്ടിട്ട് ഇന്നലെ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ അങ്ങ് പോയാനായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ഒരവസ്ഥ. ഇതൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം വന്നെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കില്ലേ. ഓരോരോ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. അയ്യോ, ഈ അടിക്കുന്ന വെയിലിൽ സിഗ്നലിൽ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. വെയിൽ കൊള്ളുന്ന് കൊളുത്തി അടിക്കുന്നത്. അയ്യാ, 1 മിനിറ്റ് ആയതേ ഉള്ളൂ. അതിന് മുമ്പ് ഏതാ ബോഡിയൊക്കെ വേർത്ത് കുളിച്ച്. അങ്ങനെ എവിടെ എത്തിയെന്ന് പറഞ്ഞൂടാ. ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു. കണ്ണത്തെ ദൂരം തുടങ്ങിയ വണ്ടിയിൽ കയറി ഹൈവേ കയറി അപ്പം തൊട്ട് തുടങ്ങിയ റോഡാണ്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മളൊരു 50-60-60-നകത്ത് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോഴും ഓയിൽ ചെറുതായിട്ട് ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ ഓവർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇപ്പോൾ ഒരു 10, 15, 20 കിലോമീറ്ററിൽ വണ്ടി നിർത്തി ഒന്ന് റെസ്റ്റ് എടുത്തെടുത്താണ് പോകണം. കാരണം നമുക്ക് അഥവാ പോകുന്ന ഈ ഹൈവേയിൽ വെച്ചിട്ടൊക്കെ മൊട്ടം പണി കിട്ടുകയാണെ ഒന്നാതെ വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി വെയിൽ. പിന്നെ അത് അഥവാ നമ്മൾ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ മൊട്ട മണി കിട്ടും. ഒന്നാമത് വെയിൽ, ഈ ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് വണ്ടിയൊക്കെ തള്ളണമെന്ന് ചോദിക്കുമ്പോൾ അയ്യോ വിചാരിക്കാനാ വയ്യ. അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു മിനിമം ഒരു 50-നകത്ത്, ആ ഒരു 50, 55, 60-നകത്ത് അത്രക്കില്ല ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നു. കാരണം ഓയിൽ ഇപ്പോൾ ലീക്ക് ആവുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇനി ഒരു ഓയിൽ വാങ്ങണം. കാരണം നമുക്ക് മാക്സിമം ഇനി ഇവിടെ ഒന്നും ഷോറൂം ഇല്ല, സർവീസ് സെൻ്ററൊന്നും ഇല്ല. ഇനി സർവീസ് സെൻ്ററിനുണ്ടെന്നാണെങ്കിൽ അങ്ങ് എവിടെയെങ്കിലും കാണത്തുള്ളൂ. അവിടെ
ഓക്കെ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇനി ഒരു ഓയിൽ കൂടി എന്തെങ്കിലും മേടിച്ച് വയ്ക്കാൻ പറ്റുമെന്നാണെങ്കിൽ ഒരു ഓയിൽ കൂടി വാങ്ങിച്ച് വയ്ക്കണം. കാരണം ഓയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വണ്ടിയിൽ. വലുതായിട്ട് കുറഞ്ഞില്ല, ഒരു മീഡിയം ഒരളവിൽ അവിടെ ഷോറൂമിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മീഡിയം ഒരളവിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എന്തായാലും ഓയിൽ വാങ്ങിച്ച് വയ്ക്കുന്നത് കുറച്ച് നല്ലതാണ്. ഇനി ഏതെങ്കിലും ഒരു ഷോറൂം കാണുമ്പോൾ ഇറങ്ങി ഒരു കാര്യം ചെയ്യണം, ഇറങ്ങിയിട്ട് ഒരു 1 ലിറ്ററിൻ്റെ ഒരു ഓയിലും മേടിച്ച് വയ്ക്കണം. അതുമായിട്ട് ഈ സംഭവം അവിടെ ഉണ്ടോ എന്ന് ചോദിക്കണം. ഉണ്ടെന്നാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം, ഇല്ലെന്നാണെങ്കിൽ സംഭവം വാങ്ങിച്ച് വെച്ചിരിക്കാം. നമ്മുടെ ആവശ്യത്തിന് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ടോപ്പപ്പ് ചെയ്തൊന്ന് ജസ്റ്റ് വയ്ക്കാം. കാരണം വേറൊന്നുമില്ല, നമുക്ക് എന്താ പറയുക, ടോപ്പപ്പ് ചെയ്ത് വയ്ക്കുക എന്ന് പറയുന്നത് വണ്ടി എന്നും കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓയിൽ കളയണതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓയിൽ സീൽ അവിടെ ഇല്ലാത്തത് കാരണം. അത് വിട്ട് ആ ഷോറൂമിൽ പോയി അവന്മാരെന്തോ നമ്മളൊരു അന്യഗ്രഹി ജീവി വരുമെന്ന പോലെ അവന്മാരുടെ ഒരു ഇത് എന്തോ കണ്ടിട്ട് റെസ്പെക്റ്റ് പോലും ചെയ്യുന്നില്ല. ഇങ്ങനെയാണോ തമിഴ്നാട്ടിലെ തിരുച്ചി ഷോറൂമിലുള്ളവർ കാണിക്കുന്നത്? തിരുച്ചി സ്ഥലം എന്നറിയാം, ഷോറൂമുകാർ ഇങ്ങനെയാണോ കാണിക്കുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മളിങ്ങനെ ദൂരെ നിന്ന് ഒരാൾ വരുമ്പോൾ മാക്സിമം അവർ എന്താ പറയുക, നമ്മളെ എന്താ പറയുക, എന്താണ് ഇത് ഏതാണെന്ന് കേൾക്കുമെന്ന് പ്രതീക്ഷിച്ചു. എന്താണ് നിങ്ങൾ എന്തിനാ വന്നേന്ന് പോലും തിരിഞ്ഞു കേട്ടില്ല. ഞാനായിട്ട് പിന്നെ പോയി അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് പറയണേ ഇല്ല, സാധനമില്ല. ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ പോയി ചോദിച്ചപ്പോഴാണ് അവർ പറയണേ സാധനം ഇല്ല എന്ന് പറയണേ. എന്തും കാണിക്കണമെന്ന് പേര് ഈ വണ്ടി കയറി കുറേ നേരം കുറേ നേരം കൊണ്ട് നമ്മളെ കൂടെ വന്നിട്ട് ഫ്രണ്ടിൽ കയറുന്നു, ബാക്കിൽ പോകുന്നു, ഫ്രണ്ടിൽ പോകുന്നു, ബാക്കിൽ പോകുന്നു, ഡേറ്റ കാണിച്ചിട്ട് പോയി. അയ്യോ അയ്യോ. അതിൻ്റെ ഇടയിൽ കൂടി വെയിലാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വെയിൽ. ഒന്നുമേ ഇല്ല. എന്ത് ചെയ്യാനാ? ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു ചെറിയ ബോൾട്ട് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് വിട്ട് നോക്കാമായിരുന്നു. അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഏറ്റവും ഈ പിസ്റ്റൻ്റെ ആ സൈഡിലുള്ള പാക്കിങ് കൊണ്ടാണ് പോയത്. അപ്പോൾ ജസ്റ്റ് അതിനൊന്ന് ടൈറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഓക്കെ ആവും. അതിന് വേണ്ടിയിട്ടാണ് നോക്കണത്. പക്ഷേ ഇനി എന്തായാലും വേറെ വഴിയൊന്നുമില്ല, ഒരു ഓയിൽ എന്തെങ്കിലും മേടിച്ച് വയ്ക്കാം, അതാണ്. അല്ലാതെ വേറെ വഴിയില്ല. ഓയിൽ എക്സ്പ്രസിൻ്റെ ഓയിൽ എന്തെങ്കിലും മേടിച്ച് വെച്ചിരിക്കാം. ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് അതിലിട്ട് ഒന്ന് ഓയിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം, അതാണ് നല്ലത്. അല്ലാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഷോറൂം ഒന്നുമില്ല, അതാണ് മെയിൻ വിഷയം. ഉള്ളിടത്താണെങ്കിൽ സ്പെയർ പാർട്സും ഇല്ല. പിന്നെ എന്തിനാണ് ഈ ഷോറൂം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്? സ്പെയർ കിട്ടാത്ത ഷോറൂമൊക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നത്? അടച്ചു കൂടിയിട്ട് വീട്ടിൽ പോയിക്കൂടായിരുന്നു. പക്ഷേ നമുക്കായിട്ട് എവിടെയെങ്കിലും ദൈവം ഒരു ഷോറൂമെങ്കിലും വച്ചിട്ടുണ്ടാവും. എന്തായാലും അവിടെ പോയിട്ട് മാറാം, അല്ലാതെ വേറെ വഴിയില്ല. ഹൈവേയുടെ സൈഡിലൊക്കെ ഷോറൂം കാണുന്ന കാര്യം ഡൗട്ടാണ്. അല്ലെന്നാണെങ്കിൽ വേറെ എവിടെയെങ്കിലും എന്താ പറയുക, എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഏതെങ്കിലും ഒരു ഷോറൂം കാണും. അല്ലാണ്ട് ഷോറൂം കാണുന്ന കാര്യം ഡൗട്ട് തന്നെ അവസ്ഥ. ശരി, അപ്പോൾ എന്തായാലും നോക്കട്ടെ, എവിടെയെങ്കിലും ഷോറൂം കാണാതിരിക്കത്തില്ലല്ലോ. ഗൈസ് അങ്ങനെ അടിച്ചു പിടിച്ച് ഓടി ചെന്നൈ എത്തി കേട്ടാ. പക്ഷേ ഇന്നലെ ഞാൻ ഇതിങ്ങനെ പതുക്കെ ഓടിയെങ്കിൽ പതുക്കെ ഒരു 60-70 ആവറേജിൽ ഓടിയെങ്കിൽ കുഴപ്പമില്ല. അത് ഇടയ്ക്കൊന്ന് ഓയിലിൻ്റെ ലെവലൊന്ന് ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്നലെ തന്നെ ചെന്നൈ എങ്ങനെയെങ്കിലും ഓടിച്ചെത്തുമായിരുന്നു. കാരണം ഇന്നലെ 1 മണിയായപ്പോൾ ഞാൻ തിരിച്ചെത്തിയതാണ്. എന്നിട്ട് അത്രയും സമയം ഞാൻ അവിടെ നിന്നത്. പക്ഷെ അപ്പോഴേ അറിഞ്ഞിരുന്നെങ്കിൽ, കാരണം ഇന്നലെ വിളിക്കാൻ എനിക്ക് ഷോറൂമിൽ ആരെയും കോണ്ടാക്ട്സ് ഇല്ലാത്ത കാരണം കൊടുക്കാൻ എന്ത് ചെയ്ത്
ഇന്ന് രാവിലെ പോയി ചോദിച്ചിട്ടും അവർ പറഞ്ഞു കുഴപ്പമില്ല, ഇങ്ങ് ഓടാന്ന്. ഇന്നലെ ആരെയും ഷോറൂമിലുള്ള ആരെയും അറിഞ്ഞുകൂടാ, അതിലാണ് പറ്റിപ്പോയത്. പക്ഷേ ഞാൻ അവിടെ നമ്മുടെ പാറശാല അപ്പോൾ രാവിലെ ഐഡിയ ഇട്ട പാറശാല അവിടെ വിളിച്ച് മെക്കിനോട് ചോദിച്ചു നോക്കാമെന്ന്. പക്ഷേ ഇന്നലെ ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല, എന്തായാലും ഇപ്പോൾ ഇതാ എല്ലെന്നാണെങ്കിൽ ഇന്നലെ തന്നെ നമ്മൾ ചെന്നൈ എത്തിയിട്ട് ഇന്ന് നമ്മൾ ഏകദേശം ആന്ധ്രാപ്രദേശും കഴിഞ്ഞ് നേരെ തെലുങ്കാന എത്തുമായിരുന്നു ഇന്നൊറ്റ ദിവസം കൊണ്ട് തന്നെ. എന്നാൽ മറ്റന്നാൾ ഓക്കെ 2.5 ദിവസം കൊണ്ട് നേരെ ഛത്തീസ്ഗഡ് എത്തായിരുന്നു. 2000 കിലോമീറ്ററിൽ 2100 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ എന്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇതാ ചെന്നൈ എത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ എൻ്റെ പിന്നെ കൊച്ചിച്ചൻ്റെ മോൻ വന്നിട്ട് ഇവിടെ അവൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൻ ഒരു റൂമിലാണ് നിൽക്കണം. അപ്പോൾ എന്തായാലും അങ്ങോട്ട് ഞാൻ അവനോട് വിളിച്ച് കേട്ട് ചെന്നൈയിൽ, അതാകുമ്പം റൂമിൽ കമ്പനിക്ക് ആളുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ അത് പോയിട്ട് ഇവിടെ റൂം എടുക്കണമെങ്കിലും എങ്ങനെ വേലും അത്യാവശ്യം എമൗണ്ട് ആവും. പിന്നെ അവരോടുണ്ടല്ലോ, എന്തായാലും അവൻ്റെ റൂമിൽ കൂടെ ഷെയർ ചെയ്ത് അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ ലൊക്കേഷൻ അയച്ചു നിന്ന് ഇനി 1 മണിക്കൂർ 10 മിനിറ്റും കൂടെ ഉണ്ട് കേട്ടോ പോകാൻ വേണ്ടി. 1 മണിക്കൂർ 8 മിനിറ്റും കൂടി ഉണ്ട്. 61 കിലോമീറ്റർ കൂടെ ഉണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ ചില വണ്ടിക്കാരാണെങ്കിൽ പിന്നെ പെട്ടെന്ന് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ ഉരുട്ടി ഓരോരുത്തന്മാർ കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം വരും. പിന്നെ ഇത്രയും നേരം ഞാൻ വീഡിയോ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഉരുട്ടിയാണ് പറഞ്ഞത്. അന്നും ഇതുപോലെ ഹൈവേ തന്നെ ഫുള്ള്. ഇതുവരെയും സർവീസ് റോഡെന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഇതുവരെ അറിയില്ല. ഫുള്ള് ഹൈവേ. ഇനി ആ വായിച്ചെന്ന ലൊക്കേഷനിൽ അവിടെ എവിടെയെങ്കിലും പോയിട്ട് സാധാ ലോക്കൽ റോഡിൽ ഇറങ്ങിയ വണ്ടില്ല, ഫുള്ളും ഓടിയത് ഹൈവേ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ വൈകുന്നേര സമയത്ത് സൺസെറ്റ് ആവുന്ന സമയത്ത് ഞാൻ ഇൻസ്റ്റാ 360 വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എങ്ങനെ ഉണ്ടെന്ന് കൂടെ പറയണം കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് പറയണം. ആ കൊച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതും ഞാൻ ഇതിൽ ഇൻസ്റ്റാ 360 വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യും. അപ്പോൾ എന്താണെന്ന് കണ്ടിട്ട് കൊള്ളാവോ ഇല്ല എന്നുള്ള കാര്യം പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി 59 കിലോമീറ്റർ കൂടെ ഉണ്ട് ഓടിപ്പോകാൻ വേണ്ടിയിട്ട്. കൊള്ളാം കേട്ടോ, അടിപൊളി. ഹൈവേ തമിഴ്നാട് റോഡ് ഞാൻ പറയാം. തമിഴ്നാട് റോഡ് അടിപൊളി റോഡ്. കേരളത്തൊന്നും ഇതുപോലത്തെ റോഡ് ഉണ്ട് എന്ന് പറയാം. പക്ഷേ നമ്മുടെ കന്യാകുമാരി ടു കാസർഗോഡ് റോഡില്ലേ അതുണ്ട്. പക്ഷേ ആ റോഡ് പിന്നെ ചാടി പോകുന്ന ഇതാണ്. പക്ഷേ ഇത് സുഖമാണ് കേട്ടോ, മുട്ടായി പോലെ ഇരിക്കുന്ന റോഡ്. അങ്ങനത്തെ അവസ്ഥയാണ്. ഇടയ്ക്ക് കട്ട് ഒരു എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞ് കിടന്നതിനെ ചെറുതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടിട്ടുണ്ട്. എന്ന് കഴിഞ്ഞാലും അടിപൊളി റോഡ് കേട്ടോ. ഞാൻ ബാക്കി വന്ന ഹൈവേ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഹൈവേ മാത്രം തന്നെയാണ് ഇങ്ങനെ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇത്രയും ദൂരം ഞാൻ അങ്ങ് വന്നിട്ട് ഇത്രയും ദൂരം വന്ന ഹൈവേ ഒരു കുഴപ്പമില്ലായിരുന്നു. അടിപൊളി റൂട്ടായിരുന്നു. എന്ത് ചെയ്യാനാണ്, കിടിലൻ റൂട്ട്. പിന്നെ ഇപ്പോൾ ഇത്രയും ദൂരം വന്നതിൽ ഞാൻ ഒരിടത്ത് മാത്രം ബ്ലോക്കിൽ. കാരണം ചെന്നൈ ഇത് അവിടെ ആ സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ വേറെ ബൈപ്പാസിൽ നിന്ന് വേറൊരു ബൈപ്പാസ് വന്നുകൊണ്ടിരുന്ന ബൈപ്പാസിൽ നിന്ന് വേറൊരു ബൈപ്പാസാണ് കട്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇതും ബൈപ്പാസ് തന്നെ അതും ബൈപ്പാസ് തന്നെ. അപ്പോൾ ആ വേറൊരു ബൈപ്പാസിൽ കട്ട് ചെയ്താണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ. അപ്പോൾ ഈ ബൈപ്പാസ് കട്ട് ചെയ്ത് ഇറങ്ങണതിൻ്റെ അവിടെ മാത്രം അല്പം ഒന്ന് ഇതുണ്ടായിരുന്നു, എന്താണെന്ന് പറഞ്ഞാൽ തിരക്കുണ്ടായിരുന്നു. അല്ലാതെ ഇത്രയും ദൂരം വന്നതിൽ ഇതുവരെയും തിരക്കില്ല. വണ്ടി 5ാമത്തെ ഗിയറിൽ 5 ഗിയറിലേ ഉള്ളൂ. 5ാമത്തെ ഗിയറിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ റൂട്ടൊക്കെ അടിപൊളിയാണ്, നല്ല ഇഷ്ടപ്പെട്ട്. അടിപൊളി റൂട്ട്. പക്ഷേ ഈ വണ്ടിയിൽ ഈ ഒരു ചെറിയ പ്രശ്നം. പക്ഷേ ഞാൻ ഇന്നലെ അറിഞ്ഞിട്ടെങ്കിൽ ഇനി പറഞ്ഞൊരു കാര്യമില്ല. ആർക്കായാലും എല്ലാം ഇപ്പോൾ ഒരു റൈഡ് പോകുമ്പം എല്ലാം ക്ഷമിക്കണം, മനസ്സിലായില്ല. എല്ലാം അനുഭവപ്പെടും. ചിലപ്പോൾ ഒരു പ്രശ്നം വരില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരും. പക്ഷേ ഈ വണ്ടി എൻ്റെ എക്സ്പൾസർ ആലി
2 വർഷം കഴിഞ്ഞാൽ വണ്ടി 4 മാസം ഒതുക്കി വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത്രയും വലിയ റൈഡ് വരണം. എനിക്ക് തോന്നുന്നു അതിൻ്റെ ആയിരിക്കാം. വണ്ടി ഇത്രയും ദിവസവും ഒതുക്കി വെച്ചിരുന്നു, എടുക്കാണ്ട് ഒതുക്കി വെച്ചിരുന്നിട്ട് ഇപ്പോൾ എടുത്തതിൻ്റെ ആയിരിക്കാം കേട്ടോ ഇങ്ങനെ വന്നത്. അത് കാരണം ആ ഒരു പാക്കിങ് വന്നിട്ട് ഒരുമാതിരി ഈ പേപ്പർ പൊടിഞ്ഞ് വരും പോലെ ഇളവി സംഭവം കയ്യിൽ വന്നായിരുന്നു. അങ്ങനെയാണ് ആ ഇതിരുന്നത്. അത് കാരണം ഇത്ര ദിവസം ഒതുക്കി വെച്ചിരുന്നതുകൊണ്ടായിരിക്കാം. മനസ്സിലായില്ലേ? എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ഇനി ഞാനിവിടെ ചെന്നൈയിൽ നിന്ന് നാളെ തന്നെ മാറും പാക്കിങ്. ഇല്ലെന്നാണെങ്കിൽ എങ്ങനെയെങ്കിലും ഓയിൽ മേടിച്ച് വെച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ലെവൽ കുറയുന്നതനുസരിച്ച് ഫില്ല് ചെയ്ത് നമ്മൾ ഛത്തീസ്ഗഡ് വരെ പോകണമായിരിക്കും. എൻ്റെ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഷോറൂമുണ്ട്. അപ്പോൾ എന്തായാലും അവിടെ കൊടുത്ത് നമുക്ക് മാറാം. എന്തോ പറയാൻ, അങ്ങനെയാണ് കാര്യം. പക്ഷേ നമ്മൾ ഈ വണ്ടി ഭയങ്കരമായിട്ട് റഷ് ചെയ്ത് ഒരു 100, 110 കൂടിയ സൂക്ഷിച്ചാണെങ്കിൽ 150, 200 ഈ ഹൈവേയിലൊക്കെ കയറ്റാൻ പറ്റും. ഇപ്പോൾ അല്ല, ഞാൻ നേരത്തെ ഈ ഹൈവേ അല്പം തിരക്കുണ്ട്. നേരത്തെ ഞാൻ വന്ന ഹൈവേ ആണ് ഉദ്ദേശിച്ചത്. അവിടെ നിന്ന് നാറോലി നേറിയ ഹൈവേ ആണെങ്കിൽ 150, 200 സൂപ്പറാக കയറും. പിന്നെ 300 കയറും ആണെങ്കിൽ. മനസ്സിലായില്ലേ? സീസ് കൂടിയ വണ്ടികൾ. അപ്പോൾ അത് കയറും. അങ്ങനത്തെ വണ്ടികളുണ്ടെന്നാണെങ്കിൽ. പക്ഷെ നമ്മൾ ആ റഷ് ചെയ്തിട്ട് ഓട്ടിക്കുന്നതിനേക്കാളും ഒരു അഡ്വഞ്ചർ സീരീസ് വണ്ടിയിൽ നമ്മളൊരു എന്താ പറയുക 50, 60, 70 ഈ ഒരു സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്ത് വരാനുള്ള ഒരു രസമുണ്ടല്ല. നമുക്ക് വലിയ ടെൻഷനും ഇല്ല, ഒന്നുമില്ല. എൻ്റെ ഒരു ഇപ്പം ടെൻഷനും കാര്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഇതിലിതാ ഓടി അങ്ങനെ പതുക്കെ ഓടി ഇങ്ങനെ പോകുന്നു. ആ ഒരു ഇതിൽ വണ്ടിക്കും വലിയ കേടുപാടില്ല. മനസ്സിലായില്ലേ? ആ ഒരു രീതിയിൽ ഇങ്ങനെ ഉണ്ടാകാതെ പതുക്കെ പോകുന്നു. പക്ഷെ ഇന്നലെ ഞാൻ എൻ്റെ എന്താ പറയുക ഏകദേശം ഒരു 100 കിലോമീറ്ററിന് മുകളിൽ തന്നെ ഞാൻ ഹൈവേയിൽ 100-ന് വെളിയിൽ വന്നു. നമ്മുടെ ഏത് ഹൈവേ കറക്റ്റായി പേരറിയത്തില്ല. 100-ന്. കാരണം വേറൊന്നുമല്ല, അങ്ങനെ ഞാൻ 100-ന് പുറത്ത് എപ്പോഴും ഇങ്ങനെ വരാത്തതാണ്. ഇന്നലെ ഒരു കാറുകാരൻ്റെ കൂടെ വരട്ടിയതാണ് കേട്ടോ. അപ്പോഴാണ് ഈ സംഭവം നടന്നത്. അയ്യോ എന്തായാലും കൊള്ളാം. വരാനുള്ളത് എവിടെ ഇരുന്നാലും വരും സഹോ. ഓക്കെ, അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. നമുക്ക് നേരെ ഇനി റൂമിലോട്ട് പോകണം. റൂമിൽ ഇനി എത്താൻ വേണ്ടിയിട്ട് ഒരു 54 കിലോമീറ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് റൂമിൽ എത്തിയിട്ട് അവിടെ വെച്ചിട്ട് കാണാം. ഓക്കെ, അപ്പോൾ റൂമിൽ പോയിട്ട് കാണാം. റൈഡ് കഴിഞ്ഞിട്ട് റൂമിലെത്തിയ വീഡിയോയും കാര്യങ്ങളും ഞാൻ ഗോപ്രോയിലാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ സാധാരണ ഫോണിലാണ് എടുക്കുന്നത്. ഫോണിൽ ചാർജ് ഇല്ലാത്ത കാരണം തീരെ ചാർജ് ഇല്ലായിരുന്നു. അത് കാരണം ഞാൻ ഗോപ്രോയിലാണ് വീഡിയോ എടുത്തത്. പക്ഷേ എന്ത് ചെയ്യാൻ ഗോപ്രോ റെക്കോർഡായിട്ടില്ല. എന്ത് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പണിയൊക്കെ തരാറുണ്ട് ഗോപ്രോ. അപ്പോൾ അതിൽ റെക്കോർഡായിട്ടില്ല. അത് കാരണം പിന്നെ എന്തായാലും ഇപ്പോൾ എഡിറ്റിംഗ് സമയത്ത് നോക്കിയപ്പോഴത്തേക്കാണ്, ഇപ്പോൾ ഞാൻ ഛത്തീസ്ഗഡിലുള്ള എഡിറ്റിംഗ് സമയത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് അത് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെക്കോർഡായിട്ടില്ല എന്നുള്ളത്. അപ്പോൾ എന്തായാലും വേറെ പരിപാടിയൊന്നുമില്ല. നേരെ അവിടെ വന്നിട്ട് ലഗേജും കാര്യങ്ങളൊന്നും റൂമിൽ വെച്ചു. ജസ്റ്റ് പോയി ഒന്ന് ഫ്രഷ് ആയി പോയി കുളിച്ചു കിടന്നുറങ്ങി. അത്ര തന്നെയാണ് കേട്ടോ. അതിന് കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഗേജ് കൊണ്ടുപോകുന്ന ആ ഒരു വീഡിയോ കാര്യങ്ങളാണ് ചെയ്തത് ഗോപ്രോയിൽ. പക്ഷെ അത് കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയായിരുന്നു. അത്രയേ ഉള്ളൂ അന്നത്തെ വീഡിയോ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് കുത്തുക. ഓക്കെ, പിന്നെ കുറേ തീംസ് നെഗറ്റീവ് അടിക്കുന്ന തീംസും ഒക്കെ അടിക്കട്ടെ. ഓക്കെ, അത് നമ്മൾ കാര്യമാക്കട്ടെ. കാരണം നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അത്യാവശ്യം കുറച്ച് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുള്ള ഒരു ഇത് നമുക്ക് കിട്ടുള്ളൂ. നെഗറ്റീവ് കമൻറ്റൊക്കെ വന്നാലേ നമുക്കൊരു ബൂസ്റ്റപ്പ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചുമ്മാ കളിക്കാനും കുഴപ്പമില്ല, നെഗറ്റീവ് ഇട്ടാലും കുഴപ്പമില്ല. കാര്യം ഇട്ടിട്ട് കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല. കാരണം ഞാൻ എൻ്റെ ഒരു പാഷനാണ്. ഞാൻ ചുമ്മാ ജസ്റ്റ് എൻ്റെ പാഷൻ സത്യം പറഞ്ഞാൽ എനിക്ക് റൈഡും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് കാരണം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന കാരണം ഞാൻ കുറച്ച് തിരക്കായിപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ജസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നു. പിന്നെ എന്തായാലും ഇനി നമ്മൾ അടുത്ത റൈഡ് പോകാൻ വേണ്ടിയിട്ട് പ്ലാനഡാണ്. അപ്പോൾ അടുത്ത റൈഡ് നമ്മൾ ചിലപ്പോൾ നാട്ടിൽ നല്ലതായിരിക്കും പോകുന്നത്, ഇവിടെ നിന്നായിരിക്കും പോകുന്നത്. അതൊരു ബിഗ് റൈഡായിരിക്കും. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് പിന്നീടുള്ള കാര്യത്തിൽ ഒരു തനിയൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേറെ ഇതൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ പുതുതായിട്ടായിരിക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ.